നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്താണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് നോക്കാം. An electric dipole is a system of two equal and opposite charges separated by a small vector distance. ഇതാണ് രണ്ട് ചാർജുകൾ സെയിം മാഗ്നിറ്റ്യൂഡാണ്, ബട്ട് ഓഫ് opposite signs. So an electric dipole can be defined as two equal and opposite charges separated by a vector distance a. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമുക്കിതിന് എക്സാമ്പിളായിട്ട് NaCl, HCl തുടങ്ങിയ മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാം. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. അതിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. P എന്ന ലെറ്റർ കൊണ്ടാണ് ഡൈപോൾ മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് can be defined as the product of magnitude of one of the charges and the dipole length. P equal to product of magnitude of one of the charges എന്ന് പറഞ്ഞാൽ Q into the dipole length, that is A. Therefore P equal to QA. ഇതിൻ്റെ യൂണിറ്റ് എഴുതുകയാണെങ്കിൽ എന്തായാലും ചാർജ് കൂളും, A മീറ്റർ, കൂളും മീറ്റർ. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഡൈപോൾ -Q plus Q separated by a small distance. നമുക്കറിയാം ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അവിടെ രണ്ട് ചാർജുകളാണ്. ഇവിടെ ഇതിന് ചുറ്റുമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത് രണ്ട് കേസുകളിലാണ്. ഒന്ന് along the axis of the dipole, രണ്ട് along the equator അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിലുള്ള ഇതിവിടെയുള്ള ഏത് പോയിന്റും ആക്സിയൽ പോയിന്റാണ്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ ഇതിനാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇത് ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ, ഇത് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. നമുക്ക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ രണ്ട് കേസ് കാണണം. ഒന്ന് അലോങ് ദി ആക്സിസ് ഓഫ് ദ ഡൈപോൾ, രണ്ട്
along the equatorial line of the dipole. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ along the axis. Along the axis. For that, we consider an electric dipole of charges minus q and plus q separated by a distance a. ഈ ഡൈപോളിൻ്റെ സെൻറ്റർ O. ഈ ഡിസ്റ്റൻസ് a/2, ഇതും a/2. ഞാൻ എ എന്ന് കൊടുക്കുകയാണ്, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു. ഇനി ഇവിടെ സി എന്ന ഒരു പോയിന്റ് നമുക്ക് കാണേണ്ടത്. സി എന്ന പോയിന്റിൽ ഈ ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ സി എന്ന പോയിന്റ് ഒ എന്ന പോയിന്റിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ആണ്. സി ബി എ പോയിന്റ് at a distance r from the center. അപ്പോൾ ഇവിടെ സി എന്ന പോയിന്റിൽ -q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, +q ചാർജ് കൊണ്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രിക് ഫീൽഡ് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്റ്റർ സം ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കാണാം ഫീൽഡ് അറ്റ് സി ഡ്യൂ ടു +q ചാർജ്. അതിന് E1 കൊടുക്കാം. E1 ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സി ഡ്യൂ ടു +q ചാർജ്. വരും E1 ഈക്വൽ ടു 1/4πε0. ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 1/4πε0 q/r². ഇവിടെ ഫീൽഡ് ഡ്യൂ ടു +q ചാർജ് എന്ന് പറയുമ്പോൾ 1/4πε0 q ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ നിന്ന് a/2 മൈനസ് ചെയ്തതാണ്. അപ്പോൾ r - a/2 സ്ക്വയർ അതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഔട്ട്വേർഡാണ്, അതായത് along BC. along BC ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സി ഡ്യൂ ടു +q ചാർജ് 1/4πε0 q ഡിവൈഡഡ് ബൈ r - a/2 ഓൾ സ്ക്വയർ. ഇനി അതേപോലെ സി എന്ന പോയിന്റിൽ -q ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് E2 ഈക്വൽ ടു അതൊരു 1/4πε0 q ഡിവൈഡഡ് ബൈ ഇവിടുന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r + a/2 r + a/2 ഓൾ സ്ക്വയർ. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ മൈനസ് ചാർജ് ആണ്. മൈനസ് ചാർജ് ആകുമ്പം നമ്മൾ പറഞ്ഞതാണ് ഇൻവേർഡ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ് ഡയറക്ഷൻ. അതുകൊണ്ട് എലോങ് CA. അപ്പോൾ സി എന്ന പോയിന്റിൽ
രണ്ട് ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലുള്ള എക്സ്പ്രഷൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇവിടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E1-ൻ്റെയും E2-ൻ്റെയും വെക്റ്റർ സമ്മാണ്. ഇവിടെ E1 അങ്ങോട്ടാണെങ്കിൽ E2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. Therefore net electric field at C equal to E1 minus E2. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/4πε0 Q divided by R minus A/2 whole square minus 1/4πε0 Q divided by R plus A/2 whole square. ഇതിനകത്തുനിന്ന് Q divided by 4πε0 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/R minus A/2 whole square minus 1 divided by R plus A/2 whole square എന്നെഴുതാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണല്ലോ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് we get Q divided by 4πε0 into R plus A/2 whole square minus R minus A/2 whole square divided by R minus A/2 square into R plus A/2 square എന്നെഴുതാം. ഇനി ഇത് A+B ഹോൾ സ്ക്വയർ ഫോമിലാണ്, ഇത് A-B ഹോൾ സ്ക്വയർ ഫോമിലാണ്. ഇവിടെ A-B ഇൻറ്റു A+B അഥവാ A+B ഇൻറ്റു A-B എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും? E ഈക്വൽ ടു Q ബൈ 4πε0 ഇൻറ്റു A+B ഹോൾ സ്ക്വയർ A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. therefore R സ്ക്വയർ പ്ലസ് RA പ്ലസ് A സ്ക്വയർ ബൈ 4 മൈനസ് വന്ന ബ്രാക്കറ്റ് ഇടുക R സ്ക്വയർ മൈനസ് RA പ്ലസ് A സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ താഴെയുള്ളത് A+B ഇൻറ്റു A-B ഫോമിലാണ്. അപ്പോൾ A സ്ക്വയർ മൈനസ് B സ്ക്വയർ ദാറ്റ് ഈസ് R സ്ക്വയർ മൈനസ് A സ്ക്വയർ ബൈ 4 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ എടുക്കുന്നത് ദ ഡിസ്റ്റൻസ് A ഈസ് മച്ച് ലെസ് ദാൻ R. ഈ R എന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ സ്മോളാണ്. അപ്പോൾ നമുക്ക് ഈ ടേമിനെ നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് R സ്ക്വയർ മൈനസ് R സ്ക്വയർ A സ്ക്വയർ ബൈ 4 മൈനസ് A സ്ക്വയർ ബൈ 4. പിന്നെ RA മൈനസ് RA എന്നാണുള്ളത്, അത് 2RA എന്നാവും. therefore E ഈക്വൽ ടു Q ബൈ 4πε0
epsilon 0 into 2RA divided by കട്ട് ചെയ്തു ബാക്കി R² ഹോൾ സ്ക്വയർ വരുമ്പോൾ R⁴. ഇവിടെ ഒരു ആറും ഈ ആറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ R³ എന്നാണ് വരിക. താഴെ R³ വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് P = QA, ദാറ്റ് ഈസ് ഡൈപോൾ മൊമെൻറ്റ്. ഇവിടെ QAക്ക് പകരം P കൊടുത്തു കഴിഞ്ഞാൽ എന്തുവരും? E = 1/4πε0 2p/r³ എന്ന് വരും. 2p/r³. ഇതാണ് എക്സ്പ്രഷൻ ഫോർ ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ. E = 1/4πε0 2p/r³. ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടിയത് നേരത്തെ +q ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അലോങ് BC എന്നും -q ചാർജ് കൊണ്ടുള്ള ഫീൽഡ് അലോങ് CA എന്നാണ് കിട്ടിയത്. നമ്മൾ BC ഡയറക്ഷൻ പോസിറ്റീവായിട്ടും CA ഡയറക്ഷൻ നെഗറ്റീവായിട്ടുമാണ് എടുത്തത്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഡയറക്ഷനിലാണ് ഈ ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് C എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദി ഡൈപോൾ മൊമെൻറ്റ്. അതുകൊണ്ട് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ E = 1/4πε0 2p/r³ എന്ന് എഴുതും. പിയും ഇയും സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് C due to dipole, that is along the axis of the dipole.